ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകും. ഷെറിനെ മോചിപ്പിക്കണമെന്ന മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ് എഗെയിൻ. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഇവരുടെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ നേരത്തെ ഉയർന്നു വന്നിരുന്നു. മന്ത്രിതലത്തിലൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും അവർ ജയിലിന് പുറത്തേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എസ് ഗുഡ് മോർണിംഗ്. ജനുവരി 28-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഷെറിൻ കാരണവരടക്കം 11 തടവുകാരെ മോചിപ്പിക്കണമെന്ന ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അന്ന് ഈ ശുപാർശ സ്വീകരിച്ച ഗവർണർ ഈ പട്ടിക തിരിച്ചയച്ചു. ഒരു വിശദമായ പെർഫോമ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്ഭവൻ അന്ന് ഷെറിൻ കാരണവരടക്കം 11 പേരുടെ പട്ടിക തിരിച്ചയച്ചത്. എന്നാൽ ഇപ്പോൾ ഷെറിൻ അടക്കമുള്ളവരുടെ മോചനം സംബന്ധിച്ച ശുപാർശ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു. മാനുഷിക പരിഗണനയും സ്ത്രീ എന്ന പരിഗണനയും കണക്കിലെടുത്താണ് മോചനത്തിന് അംഗീകാരം നൽകിയതെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. എന്തായാലും മോചന ഉത്തരവ് പുറത്തിറങ്ങുന്നതോടെ ഷെറിന് ജയിൽ മോചിതയാകാൻ കഴിയും. കണ്ണൂർ ജയിലിലായിരുന്നു ഷെറിൻ കഴിഞ്ഞിരുന്നത്. ഈ ജയിൽ ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ വന്ന ശേഷവും ജയിലിൽ മറ്റൊരു തടവുകാരിയുമായി ഉണ്ടായ സംഘർഷത്തിൽ ഷെറിനെതിരെ നടപടികൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഷെറിൻ മോചിതയാകുന്നു. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ ചെറിയനാട് കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കർ കാരണവരെ വധിക്കുന്നത്. ആ കേസിൽ ഷെറിന്റെ പുരുഷ സുഹൃത്തുക്കളായിരുന്നു പ്രധാന പ്രതികൾ. ഷെറിനടക്കം 4 പേരെയാണ് മാവേലിക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. ഈ കേസിൽ കഴിഞ്ഞ 14 വർഷമായി ശിക്ഷയിലായിരുന്നു ഷെറിൻ. 14 വർഷം ശിക്ഷ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഇളവ് നൽകാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഷെറിനൊപ്പം മറ്റ് 10 പേർ കൂടി ജയിൽ മോചിതയാകും.